ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാനിലെ ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് നിർദ്ദേശം നൽകിയത്. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഞായറാഴ്ച ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം സംഘർഷം രൂക്ഷമായത്. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇരു രാജ്യങ്ങളും നടത്തിയ ശക്തമായ ആക്രമണമായിരുന്നു ഇത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും മുന്നറിയിപ്പെന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്നുമായിരുന്നു ഇറാൻ പറഞ്ഞത്. ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 പ്രകാരമുള്ള തിരിച്ചടിയാണ് നടത്തിയതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിരുന്നു. ഇറാനോ ലെബനനോ എതിരെ ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലെബനനിൽ ആക്രമണം നടത്താനാണ് തീരുമാനമെങ്കിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിരുന്നു. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലടക്കം ആക്രമണം നടന്നിരുന്നു. താബ്രിസ്, ഇസ്ഫഹാൻ, കരാച്ച് അടക്കമുള്ള ഇടങ്ങളിലാണ് ആക്രമണം നടന്നത്. ടെഹ്റാനിൽ 2 ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായി IRGC പറഞ്ഞു. ടെഹ്റാനിൽ നഗരപ്രദേശങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ മരണമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല.